Good morning to one and all. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചത് കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്, ഹൈലൈറ്റ്സ് ഓഫ് കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്, ഫിനാൻഷ്യൽ എലമെന്റ്സ്, റെക്കഗ്നേഷൻ എന്നിവയായിരുന്നു. ഈ ക്ലാസ്സിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പുതിയ 4 കോൺസെപ്റ്റുകളാണ്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഫസ്റ്റ് വൺ, മീനിങ് ഓഫ് മെഷർമെന്റ്. സെക്കൻഡ് ഏരിയ ഈസ് മെഷർമെന്റ് ക്രൈറ്റീരിയ. തേർഡ് വൺ, പ്രിൻസിപ്പിൾസ് ഓഫ് പ്രസന്റേഷൻ. Fourth area is principles of disclosure in financial statements. So let's start. First area is meaning of measurement. Measurement is the process of determining the monetary amount at which the elements of financial statement are to be recognized and carried in the financial statement. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്കുണ്ടായ ട്രാൻസാക്ഷൻ്റെ മോണിറ്ററി വാല്യൂ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മെഷർമെൻ്റ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണമായിട്ട് എടുത്താൽ, ഒരു ഓർഗനൈസേഷൻ 4 ലക്ഷം രൂപയ്ക്ക് ലാൻഡ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ 4 ലക്ഷം രൂപ അതിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ആ 4 ലക്ഷം രൂപ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 4 ലക്ഷം രൂപ റെക്കോർഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് മെഷർമെൻ്റ് എന്ന് വിളിക്കുന്നത്. സോ മെഷർമെൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ഒരു മോണിറ്ററി ട്രാൻസാക്ഷൻ്റെ വാല്യൂ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെ ആണ് മെഷർമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റി, 2 റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള ഒരു കോമൺ പോയിന്റ് ആണ് ദ വാല്യൂ ഓഫ് ട്രാൻസാക്ഷൻ ക്യാൻ ബി മെഷേർഡ് റിലയബിളി. അതായത് ഒരു ട്രാൻസാക്ഷൻ്റെ വില നമുക്ക് കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ പറ്റിയാൽ മാത്രമേ എന്ത് ചെയ്യൂ, അത് ബുക്സ് ഓഫ് അക്കൗണ്ട് റെക്കോർഡ് ചെയ്യൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൃത്യമായ മെഷർമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ മെഷർമെൻറ്റ് എന്താണെന്ന് വ്യക്തമായി, ഒരു ട്രാൻസാക്ഷൻ്റെ വാല്യൂ ബുക്സ് ഓഫ് അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. മെഷർമെൻറ്റിന് ഒരു ഉദാഹരണമാണ്, ഒരു ഓർഗനൈസേഷൻ ഇപ്പോൾ 4 ലക്ഷം രൂപയ്ക്ക് ലാൻഡ് വാങ്ങിക്കഴിഞ്ഞാൽ ആ 4 ലക്ഷം രൂപ ബുക്സ് ഓഫ് അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്യുന്നത് ഇതിനൊരു ഉദാഹരണമാണ്. സോ മെഷർമെൻറ്റ് ക്ലിയറായി. നെക്സ്റ്റ് പോയിന്റ് ഈസ് മെഷർമെൻറ്റ് ക്രൈറ്റീരിയ. സോ മെഷർമെൻറ്റ് ക്രൈറ്റീരിയയിൽ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, വ്യത്യസ്തങ്ങളായ അസറ്റുകൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ പരിശോധിക്കുന്നത്. ഫസ്റ്റ് വൺ, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിൽ വരുന്ന കാര്യങ്ങളാണ് ഷെയർസ്, ബോണ്ട്. അപ്പോൾ അവയൊക്കെ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ഫെയർ വാല്യൂവിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഫെയർ വാല്യൂ എന്താണ് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഫെയർ വാല്യൂ സിംപ്ലി മീൻസ് കറൻറ്റ് മാർക്കറ്റ് വാല്യൂ. അതായത് കറൻറ്റ് മാർക്കറ്റ് വാല്യൂവിനാണ് നമ്മൾ സിമ്പിൾ സെൻസിൽ ഫെയർ വാല്യൂ എന്ന് പറയുന്നത്. സോ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ലൈക്ക് ഷെയർസ് ആൻഡ് ബോണ്ട് ആർ റെക്കോർഡഡ് ഇൻ ഫെയർ വാല്യൂ. സെക്കൻഡ് വൺ, പ്രോപ്പർട്ടി. പ്രോപ്പർട്ടിക്ക് ഉദാഹരണങ്ങളായിട്ട് ഇവിടെ പറയുന്നത് പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻ്റ് ആണ്. സോ അതെങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, പർച്ചേസ് കോസ്റ്റ് പ്ലസ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് പ്ലസ് കോസ്റ്റ് ടു ബ്രിങ് ദ ലൊക്കേഷൻ. അതായത് പർച്ചേസ് കോസ്റ്റിൻ്റെ കൂടെ അത് നിർമ്മിക്കാനുള്ള കൺസ്ട്രക്ഷൻ കോസ്റ്റും അതിൻ്റെ കൂടെ ക്യാരിയിങ് കോസ്റ്റും കൂടി ചേർന്നാലാണ് പ്രോപ്പർട്ടി ലൈക്സ് പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൻ്റെ വാല്യൂ നിർണ്ണയിക്കുന്നത്. ക്ലിയർ ആണ്. എന്താണെന്ന് വെച്ചാൽ, പർച്ചേസ് കോസ്റ്റിൻ്റെ കൂടെ കൺസ്ട്രക്ഷൻ കോസ്റ്റും കോസ്റ്റ് ടു ബ്രിങ് ദ ലൊക്കേഷൻ, അതായത് ക്യാരിയിങ് കോസ്റ്റും കൂടി കൂടുമ്പോഴാണ് പ്രോപ്പർട്ടിയിലേക്ക് പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻ്റിൻ്റെ വാല്യൂ നിർണ്ണയിക്കുന്നത്. തേർഡ് വൺ, ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുമ്പോൾ അതിന് ഉദാഹരണങ്ങൾ പേറ്റൻറ്റ്, കോപ്പിറൈറ്റ് എന്നിവയൊക്കെയാണ്. ദ അസറ്റ് വി കാൻ സീ ദിസ് കൈൻഡ്സ് ഓഫ് അസറ്റ് എന്നുള്ളതാണ് ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ ഒരു സിമ്പിൾ ഡെഫിനിഷനായിട്ട് പറയുന്നത്. ബട്ട് ദ റിസൾട്ട് ക്യാൻ ബി അഫക്റ്റഡ് ഇൻ ദ ഓപ്പറേഷൻ ഓഫ് ബിസിനസ്. ഉദാഹരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പേറ്റൻറ്റ്, കോപ്പിറൈറ്റ്. അപ്പോൾ അതിൻ്റെ വാല്യൂ നിർണ്ണയിക്കുന്നത് പർച്ചേസ് കോസ്റ്റ് പ്ലസ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് പ്ലസ് കോസ്റ്റ് ടു ബ്രിങ് ടു ദ ലൊക്കേഷൻ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പർച്ചേസ് കോസ്റ്റിൻ്റെ കൂടെ ഡെവലപ്മെൻറ്റ് കോസ്റ്റും അതിൻ്റെ കൂടെ ക്യാരിയിങ് കോസ്റ്റും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, നിർണ്ണയിക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു തിയററ്റിക്കൽ ആസ്പെക്ട്സിലാണ് ഇതിപ്പോൾ ഇവിടെ പറയുന്നതെങ്കിലും ഈ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ
റെക്കോർഡ് ചെയ്യാൻ പറ്റും. സോ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഫോർത്ത് പോയിന്റ്, ബയോളജിക്കൽ അസെറ്റ്. ബയോളജിക്കൽ അസെറ്റ് എന്താണെന്ന് വെച്ചാൽ എനി ലിവിങ് പ്ലാന്റ് ഓർ ആനിമൽ ഓൺഡ് ബൈ ദ ബിസിനസ്. അപ്പോൾ അഗ്രികൾച്ചർ ഉണ്ടാവാം, ട്രീസ് ഉണ്ടാവാം, ആനിമൽസ് ഉണ്ടാവാം. ഇതൊക്കെ ബയോളജിക്കൽ അസെറ്റിന് ഉദാഹരണങ്ങളാണ്. സോ ബയോളജിക്കൽ അസെറ്റ് റെക്കോർഡ് ചെയ്യുന്നത് ഫെയർ വാല്യൂ ലെസ് സെല്ലിംഗ് കോസ്റ്റ്. അതായത് മാർക്കറ്റ് വാല്യൂ നിന്ന് സെല്ലിംഗ് കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ബയോളജിക്കൽ അസെറ്റിൻ്റെ വാല്യൂ നിർണ്ണയിക്കാം. ഫിഫ്ത്ത് വൺ, അസെറ്റ് ഹെൽഡ് ഫോർ ഡിസ്പോസൽ. അതായത് നമ്മൾ ബിസിനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ പോകുന്ന അസെറ്റ് ഫെയറിൻ്റെ വാല്യൂ നിർണ്ണയിക്കുന്നതും ഫെയർ വാല്യൂവിൻ്റെ ബേസിസിലാണ്. സോ നമ്മളിപ്പോൾ പഠിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ മെഷർമെൻറ്റ് ക്രൈറ്റീരിയാസ് ഓഫ് ഡിഫറെൻറ്റ് അസെറ്റ്സ്. അതായത് ഡിഫറൻസ് അസെറ്റിനെ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എങ്ങനെ റെക്കോർഡ് ചെയ്യും എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഫസ്റ്റ് വൺ, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ഫെയർ വാല്യൂ. സെക്കൻഡ്, property like plant and equipment, purchase cost plus construction cost plus cost to bring the location. Third one, intangible asset, purchase cost plus development cost plus cost of carrying. Next one, biological asset, fair value less selling cost. Last one, asset held for disposal, fair value. So ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഏരിയ ഈസ് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രസൻറ്റേഷൻ. ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്ത് അത് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് യൂസേഴ്സിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ പ്രിൻസിപ്പിളുകളാണ് ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മളിപ്പോൾ പരിശോധിക്കുന്നത്. ഫസ്റ്റ് വൺ, ഫെയർ പ്രസൻറ്റേഷൻ ആൻഡ് compliance with IFRS. The financial statement must be present fairly. അപ്പോൾ ഫെയർ പ്രസൻറ്റേഷൻ ആൻഡ് കംപ്ലൈൻസ് വിത്ത് IFRS എന്ന് പറയുന്ന പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് അതിൻ്റെ യൂസേഴ്സിന് നൽകാൻ കഴിയണം. ഇതിൽ കൃത്യമായ ഫിനാൻഷ്യൽ പൊസിഷൻസ്, ഒരു ഫേമിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻസ് അതിൽ നിർണ്ണയിക്കണം. അതിൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ്, ക്യാഷ് ഫ്ലോസ് തുടങ്ങിയ കാര്യങ്ങൾ അതിൻ്റെ യൂസേഴ്സിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാൻ ഈ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് അഥവാ ബുക്സ് ഓഫ് അക്കൗണ്ടിന് സാധിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. ഫെയർ പ്രസൻറ്റേഷൻ ആൻഡ് കംപ്ലൈൻസ് വിത്ത് IFRS. സെക്കൻഡ് പോയിന്റ്, കൺസിസ്റ്റൻസി ഓഫ് പ്രസൻറ്റേഷൻ. The presentation and classification of items in the financial statement shall be retained from one period to the next unless a change is justified either by change in circumstances or requirement of new IFRS. അപ്പോൾ ഇവിടെ പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അക്കൗണ്ടിങ് പോളിസീസ് ആയാലും പ്രാക്ടീസസ് ആയാലും ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ പാടില്ല. കാരണം അതിനൊരു കൺസിസ്റ്റൻസി ആവശ്യമുണ്ട് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. സോ അക്കൗണ്ടിങ് പോളിസി ആയാലും ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടിങ് പോളിസിയും പ്രാക്ടീസും മാറ്റുന്നുണ്ടെങ്കിൽ തന്നെ അതിന് കൃത്യമായ ജസ്റ്റിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അല്ലാതെ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് അക്കൗണ്ടിങ് പോളിസീസും പ്രാക്ടീസസും മാറ്റാനുള്ള അധികാരം ഒരു ഫേമിന് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് ഇല്ല എന്നുള്ള കാര്യമാണ് കൺസിസ്റ്റൻസി ഓഫ് പ്രസൻറ്റേഷനിൽ പറയുന്നത്. Third point, materiality and aggregation. Each material class of similar item must be presented separately in the financial statement. അതായത് ഓരോ ഐറ്റത്തിനെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ള ഓരോ ഐറ്റത്തെയും നമ്മൾ എന്ത് ചെയ്യണം, സിമിലർ ഐറ്റത്തെ ക്ലാസിഫൈ ചെയ്ത് റെക്കോർഡ് ചെയ്യണം. അതായത് എല്ലാ മെറ്റീരിയൽ ഫാക്ട്സും നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അഥവാ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണം എന്നുള്ള കാര്യമാണ് മെറ്റീരിയാലിറ്റി ആൻഡ് അഗ്രഗേഷൻ എന്ന് പറയുന്ന പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർത്ത് പോയിന്റ് ഈസ് ഓഫ്സെറ്റിംഗ്. സോ ഈ പോയിന്റ് എന്താണ് പറയുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്, ഇൻകം ആൻഡ് എക്സ്പെൻസ് മേ നോട്ട് ബി ഓഫ്സെറ്റ് അൺലെസ് റിക്വയർഡ് ഓർ പെർമിറ്റഡ് ബൈ an IFRS. അതായത് ഓഫ്സെറ്റിംഗ് എന്താണെന്ന് വെച്ചാൽ അസറ്റും ലയബിലിറ്റീസും
സൈമുൾട്ടേനിയസ് ആയിട്ട് അതിൻ്റെ എഫക്റ്റ് ഒഴിവാക്കുന്ന പ്രോസസ്സിനെയാണ് ഓഫ്സെറ്റിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അസറ്റ് റിയലൈസ് ചെയ്ത വാല്യൂ നമ്മൾ ലാബിലിറ്റി പേ ചെയ്ത വാല്യൂമായി കമ്പയർ ചെയ്യുമ്പോൾ ന്യൂട്രൽ ആകുന്ന പ്രോസസ്സാണ് ഓഫ്സെറ്റിംഗ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ 4 ലക്ഷം രൂപയ്ക്ക് അസറ്റ് റിയലൈസ് ചെയ്തിട്ടുണ്ട്, 4 ലക്ഷം രൂപ പുറത്തേക്ക് കൊടുക്കാനും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഈ അസറ്റ് റിയലൈസ് ചെയ്ത വാല്യൂയും ലാബിലിറ്റി പുറത്തേക്ക് കൊടുക്കാനുള്ള 4 ലക്ഷവും തമ്മിൽ ഓഫ്സെറ്റ് ചെയ്തു പോകും. പക്ഷേ ഈ ഓഫ്സെറ്റ് പോസിബിൾ ആവുന്നത് എപ്പോഴാണ്? IFRS പെർമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഓഫ്സെറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് പോസിബിൾ ആവുന്നുള്ളൂ. സോ IFRS പെർമിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഓഫ്സെറ്റിംഗ് നടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഓഫ്സെറ്റിംഗ് പോസിബിൾ അല്ല എന്നുള്ള കാര്യമാണ് ഈ പോയിന്റ് പറയുന്നത്. Fifth point is comparative information. IFRS requires that comparative information should be presented and disclosed in respect of the previous period of all amounts reported in the financial statement. അതായത് ഇതിൽ പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, കമ്പാരിറ്റീവ് ഇൻഫർമേഷൻ നമുക്ക് എന്ത് ചെയ്യാം, പ്രസൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യാം. കമ്പാരിറ്റീവ് ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ ഒരു ഫേമിൻ്റെ ഈ വർഷത്തെയും കഴിഞ്ഞ വർഷത്തെയും ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ കമ്പൈൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് താരതമ്യം ചെയ്തുകൊണ്ട് പ്രസൻറ്റ് ചെയ്യുന്നതിനാണ് കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. സോ ഫിഫ്ത്ത് പോയിന്റ് ഈസ് ഓവർ. നെക്സ്റ്റ് വൺ, സ്ട്രക്ചർ ഓഫ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റ്. അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ആർ ക്ലാസിഫൈഡ് ആസ് കറന്റ് ആൻഡ് നോൺ കറന്റ് ഐറ്റംസ്. അതായത് ഈ പോയിന്റ് പറയുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ടോട്ടലായിട്ട് ഉണ്ടായ അസറ്റിനെയും ലയബിലിറ്റിയെയും കറൻറ്റും നോൺ കറന്റ് ഐറ്റംസ് ആയിട്ടാണ് ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യുന്നത്. സോ ഇപ്പോൾ പുതിയ IFRS സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മൾ വെർട്ടിക്കൽ ഫോമിലാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഫോർമാറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. IAS 1 ഡസ് നോട്ട് പ്രിസ്ക്രൈബ് ദ ഫോർമാറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അതായത് വെർട്ടിക്കൽ ഫോമിലാണ് നമ്മൾ ഈ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, ഈ IFRS ഫോളോ ചെയ്തതിൻ്റെ ഭാഗമായിട്ട്. സോ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രസൻറ്റേഷൻ ആണ്. ഫസ്റ്റ് വൺ, ഫെയർ പ്രസൻറ്റേഷൻ ആൻഡ് കംപ്ലയൻസ് വിത്ത് IFRS. അതിൽ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, ബുക്സ് ഓഫ് അക്കൗണ്ട് വഴി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വഴി നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഫെയർ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ കഴിയണം. കൂടാതെ അത് എന്ത് ചെയ്യണം, അതൊരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസിനെയും അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനെയും വ്യക്തമാക്കാനും സഹായിക്കുന്നതാണ്. കൺസിസ്റ്റൻസി ഓഫ് പ്രസൻറ്റേഷൻ. അപ്പോൾ സെക്കൻഡ് പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ യൂസ് ചെയ്യുന്ന അക്കൗണ്ടിങ് പോളിസീസ് ആയാലും പ്രാക്ടീസസ് ആയാലും അത് കോൺസ്റ്റൻ്റ് ആയിട്ട് മാറ്റാൻ പാടില്ല, അതിനൊരു കൺസിസ്റ്റൻസി ആവശ്യമാണ്. മെറ്റീരിയാലിറ്റി ആൻഡ് അഗ്രഗേഷൻ എന്ന് പറയുന്നത്, ഓൾ മെറ്റീരിയൽ ഫാക്ട്സ് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്നുള്ള പോയിന്റാണ് പറയുന്നത്. ഫോർത്ത് പോയിന്റ്, ഓഫ്സെറ്റ്. അതായത് അസറ്റും ലയബിലിറ്റിയും ഓഫ്സെറ്റ് ചെയ്യാൻ IFRS അനുവദിച്ചാൽ മാത്രമേ ഓഫ്സെറ്റിംഗ് പ്രോസസ്സ് പോസിബിൾ ആവുന്നുള്ളൂ. ഫിഫ്ത്ത് പോയിന്റ്, കമ്പാരിറ്റീവ് ഇൻഫർമേഷൻ. അപ്പോൾ കമ്പാരിറ്റീവ് ഇൻഫർമേഷൻസ് പറയുന്നതെന്ന് വെച്ചാൽ, IFRS ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ IFRS അഡോപ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുകയും ഇതുവഴി കമ്പാരിറ്റീവ് ഇൻഫർമേഷൻസ് എൻഡ് യൂസേഴ്സിന് നൽകാൻ കഴിയുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. നെക്സ്റ്റ്, സ്ട്രക്ചർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ലാസ്റ്റ് പോയിന്റ്, ഫോർമാറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. അത് പറയുന്നതെന്ന് വെച്ചാൽ, IFRS ഡസ് നോട്ട് പ്രിസ്ക്രൈബ് ദ ഫോർമാറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ വെർട്ടിക്കൽ ഫോർമാറ്റാണ് യൂസ് ചെയ്യുന്നത്. Eighth point, statement of changes in equity. IFRS 1 requires an entity to present a separate statement of changes in equity. The statement must show total comprehensive income for the period, showing separate amount
attributable to owners. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്താണെന്ന് വെച്ചാൽ ഓണേഴ്സ് ഫണ്ട് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറയുന്നത്. സോ IFRS 1 സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി പ്രിപ്പയർ ചെയ്യണമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സോ ഇത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഓണേഴ്സിൻ്റെ ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. സോ ദാറ്റ്സ് ഓൾ ഫ്രം ദ പാർട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രസൻറ്റേഷൻ. നെക്സ്റ്റ് ഏരിയ പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസ്ക്ലോഷർ ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. First one, materiality. According to this convention, only the material or important facts about the business are to be disclosed through financial statement. All other unimportant or less important information should be avoided. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഫാക്ട്സ് മാത്രമേ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാവൂ എന്നുള്ള കാര്യമാണ് പറയുന്നത്. അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അൺസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളതുമായ ഇൻഫർമേഷൻസ് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണ്ട എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ഇപ്പോൾ സപ്പോസ് നമ്മൾ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബുക്സ് ഓഫ് അക്കൗണ്ട് എന്ത് ചെയ്യും, ഓവർ ബർഡൻ ഉണ്ടാവും. കാരണം അതിൽ ഒരുപാട് അനാവശ്യമായ ഇൻഫർമേഷൻ വരികയും ഇതുവഴി കൺഫ്യൂഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. സോ മെറ്റീരിയാലിറ്റി പറയുന്നതെന്ന് വെച്ചാൽ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഓൺലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഫാക്ട്സ് മാത്രമേ റെക്കോർഡ് ചെയ്യേണ്ടതുള്ളൂ. അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അൺസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യാം. ഇത് അവോയ്ഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് മെറ്റീരിയാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ, സമ്മറി ഓഫ് അക്കൗണ്ടിങ് പോളിസി. Judgment and key assumptions should be disclosed. An entity must disclose in the summary of significant accounting policy or other notes that of applying entities accounting policies that have the most significant effect on the amount recognized in the financial statement. അതായത് ഒരു ഓർഗനൈസേഷൻസ് ഏത് ഒക്കെ അക്കൗണ്ടിങ് പോളിസീസാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റിവീൽ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അക്കൗണ്ടിങ് പോളിസിയെ പറ്റിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റിവീൽ ചെയ്യണം എന്നുള്ളതാണ് സമ്മറി ഓഫ് അക്കൗണ്ടിങ് പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തേർഡ് പോയിന്റ്, ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ്. Regarding issued share capital and reserves, the following disclosure are required: number of share authorized issue and fully paid shares, issue but not fully paid at par value. So തേർഡ് പോയിന്റ് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഷെയർ ക്യാപിറ്റലിനെ പറ്റിയും റിസർവിനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർഗനൈസേഷൻ റിവീൽ ചെയ്യേണ്ടത്. അതായത് ഓർഗനൈസേഷനിൽ എത്ര ഓതറൈസ്ഡ് ഷെയർസ് ഉണ്ട്, ഇതിൽ എത്ര എണ്ണം ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, ഇതിൽ എത്ര എണ്ണം ഫുള്ളി പെയ്ഡ് അപ്പായി എന്നുള്ള കാര്യങ്ങൾ ഓർഗനൈസേഷൻസ് റിവീൽ ചെയ്യേണ്ടതുണ്ട്. കൂടാതെ സബ്സ്ക്രൈബ്ഡ് ഷെയർസ് അത് പാർ വാല്യൂലാണോ അല്ലെങ്കിൽ പ്രീമിയത്തിലാണോ വാങ്ങിയത് വിറ്റത് എന്നുള്ള കാര്യങ്ങൾ കൂടി റിവീൽ ചെയ്യേണ്ടതുണ്ട്. ഫോർത്ത് പോയിന്റ്, ഡിവിഡൻഡ്. അപ്പോൾ ഡിവിഡൻഡ് എന്താണെന്ന്, ഡിവിഡൻഡ് സിമ്പിളായിട്ട് പറഞ്ഞാൽ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഓർഗനൈസേഷൻ കൊടുക്കുന്ന റിട്ടേണിനെയാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇൻ അഡീഷൻ ടു ദ ഡിസ്ട്രിബ്യൂഷൻ ഇൻഫർമേഷൻ ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, ദ ഫോളോയിങ് മസ്റ്റ് ബി ഡിസ്ക്ലോസ്ഡ് ഇൻ ദ നോട്ട്സ്. ദ എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് പ്രപ്പോസ്ഡ് ഓർ ഡിക്ലെയർഡ് ബിഫോർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് were authorized for issue but which were not recognized as a distribution to owners during the period. അതായത് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഡിവിഡൻഡിൻ്റെ കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം, അല്ലെങ്കിൽ ഡിവിഡൻഡിൻ്റെ കാര്യം കൂടി നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. അതിലിപ്പോൾ ഫസ്റ്റ് പറയുന്നതെന്ന് വെച്ചാൽ ഡിവിഡൻഡ് പ്രപ്പോസ്ഡ്, അതായത് പ്രപ്പോസ്ഡ് ഡിവിഡൻഡിൻ്റെ കാര്യമാണ്. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് എന്ന് വെച്ചാൽ ഡിവിഡൻഡ് ഡിക്ലെയർ ബട്ട് നോട്ട് പെയ്ഡ്. സോ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ആയാലും പ്രപ്പോസ്ഡ് ഡിവിഡൻഡിൻ്റെ കാര്യമായാലും നമ്മൾ എത്ര ഡിവിഡൻഡ് ഡിസ്ക്ലോസ് ചെയ്തു എന്നും എത്ര റീറ്റെയിൻ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ കാണിക്കണം.
ഫിഫ്ത്ത് പോയിന്റ് ക്യാപിറ്റൽ ഡിസ്ക്ലോഷർ. ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ക്യാപിറ്റൽ ഡിസ്ക്ലോഷറിൻ്റെയും കാര്യങ്ങൾ പറയുന്നത്. അതായത് എൻ എൻറ്റിറ്റി ഡിസ്ക്ലോസ് ഇൻഫർമേഷൻ അബൌട്ട് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്, പോളിസീസ് ആൻഡ് പ്രോസസ് ഫോർ മാനേജിങ് ക്യാപിറ്റൽ. ഓർഗനൈസേഷൻ്റെ പോളിസീസും അതിൻ്റെ ഒബ്ജക്റ്റീവും ക്യാപിറ്റൽ മാനേജ്മെൻറ്റിന് എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ക്യാപിറ്റൽ മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓർഗനൈസേഷൻസ് ബുക്സ് ഓഫ് അക്കൗണ്ട് വഴി റിവീൽ ചെയ്യണം. സിക്സ്ത് പോയിന്റ് അതർ ഇൻഫർമേഷൻ. അതർ ഇൻഫർമേഷനിൽ വരുന്നത് ഇൻകോർപ്പറേഷൻ, അഡ്രസ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫീസ് ഓഫ് കമ്പനി, പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ എൻറ്റിറ്റി, ഓപ്പറേഷൻ ആൻഡ് പ്രിൻസിപ്പൽ ആക്ടിവിറ്റീസ്, പാരന്റ് കമ്പനീസ്, നാച്ചർ ഓഫ് ഓപ്പറേഷൻസ് തുടങ്ങിയ കാര്യങ്ങൾ എന്ത് ചെയ്യണം, റിവീൽ ചെയ്യണം. സോ പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസ്ക്ലോഷർ ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് 6 പോയിന്റുകളാണ്. മെറ്റീരിയാലിറ്റി പറയുന്നത് വെച്ചാൽ ഓൾ മെറ്റീരിയൽ ഇൻഫർമേഷൻ ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ്. അൺസിഗ്നിഫിക്കൻറ്റ് ഇൻഫർമേഷൻ ഈസ് ഇഗ്നോർഡ്. സെക്കൻഡ്, സമ്മറി ഓഫ് അക്കൗണ്ടിങ് പോളിസി. അപ്പോൾ എല്ലാ അക്കൗണ്ടിങ് പോളിസീസിനെ പറ്റിയും ബുക്സ് ഓഫ് അക്കൗണ്ട് വഴി റിവീൽ ചെയ്യണം. ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ്. ഒരു ഓർഗനൈസേഷൻ്റെ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എത്രയാണ്, അതിൽ സബ്സ്ക്രൈബ്ഡ് ഷെയർ ക്യാപിറ്റലിൻ്റെ എമൗണ്ട്, അതെങ്ങനെയൊക്കെയാണ്, പാറിലാണോ പ്രീമിയത്തിലാണോ റെക്കോർഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യണം. ഫോർത്ത് പോയിന്റ്, ഡിവിഡൻഡ് പോളിസിയെ പറ്റിയുള്ള കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യണം. ഫിഫ്ത്ത്, ക്യാപിറ്റൽ ഡിസ്ക്ലോഷർ. അത് ഒരു ഓർഗനൈസേഷൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറും കാര്യങ്ങളും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ റെക്കോർഡ് ചെയ്യേണ്ടതുണ്ട്. സിക്സ്ത് പോയിന്റ്, അതർ ഇൻഫർമേഷനിൽ വരുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ നാച്ചർ, അതെവിടെയാണ് രജിസ്റ്റർ ചെയ്തത്, അതിൻ്റെ അഡ്രസ്സ്, അതിൻ്റെ പാരന്റ് കമ്പനി തുടങ്ങിയ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യണം. സോ നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിച്ചത് 4 കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ മെഷർമെൻറ്റ്, സെക്കൻഡ് വൺ ബേസിസ് ഓഫ് മെഷർമെൻറ്റ്, തേർഡ് മെഷർമെൻറ്റ് ക്രൈറ്റീരിയ, ഫോർത്ത് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രസൻറ്റേഷൻ. സോ ഇന്നെടുത്ത എല്ലാ കാര്യങ്ങളും വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. കൂടാതെ നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ 2-3 ക്ലാസ് സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്നതിൻ്റെ ഫൗണ്ടേഷനാണ് ഫസ്റ്റ് ചാപ്റ്റർ, അതായത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. സോ ഈ ചാപ്റ്റർ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഈ ചാപ്റ്റർ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്നുകൂടി റിവൈൽ ചെയ്ത് നോക്കാം. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അതിൽ ASB അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്താണെന്ന് പഠിച്ചു. ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്, പിന്നെ ഇതിലെ ഏറ്റവും കാതലായ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് വെച്ചാൽ IFRS, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. കൂടാതെ IND-AS. പിന്നെ നമ്മൾ പഠിച്ചത് കമ്പാരിറ്റീവ് സ്റ്റഡി ഓൺ IFRS ആൻഡ് IND-AS, കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്, മെഷർമെൻറ്റ്, റെക്കഗ്നിഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യ ചാപ്റ്ററിൽ പഠിച്ചത്. സോ സിലബസിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതുവരെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടുണ്ടോ എന്നുള്ളത് എനിക്കൊന്ന് പരിശോധിക്കണം. സോ അതിൻ്റെ ഭാഗമായിട്ട് ഒരു എക്സാം നടത്താമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. സോ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് വഴി ഷെയർ ചെയ്യും. നിങ്ങൾക്ക് സെൽഫ് ഇവാലുവേഷനും കൂടാതെ ഒരു മെൻറ്റർ എന്നുള്ള നിലയിൽ ഞാൻ എടുത്ത നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്നുള്ള കാര്യം കൂടി എനിക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.